ഇതെന്തോ കാണിക്കുന്നത്? അല്ല മാഷെ വലതുകാല് ഞാൻ അവിടെ വന്ന് കേറട്ടാ. അയ്യോ എടുക്കട്ടാ. ആരാണോ നെഞ്ചത്തേക്ക്? അല്ല മുന്നോട്ട് ഓടിക്കാതെ. പിന്നെ അത് തൊലിക്കാനല്ലേ ഇങ്ങോട്ട് വന്നേക്കുന്നേ? അതിന് മുങ്ങോട്ട് ഉന്തി തള്ളി പോകുന്നേ. ഈ പുള്ളിക്കാരി എന്നെ കിടന്ന് ഉറങ്ങുന്നത്. 2 വർഷം മുമ്പ് ഡ്രൈവിംഗ് പഠിക്കാൻ വന്നതാ. പക്ഷെ നമുക്ക് വണ്ടി കയറി അപ്പോൾ ഉറക്കം വരും. പക്ഷെ ഫീസ് കൃത്യമായിട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് രാജീവനാഥ് ഇൻവെസ്റ്റ്മെന്റ് പോലെ അവിടെ ഇട്ടേക്ക. മാഷെ എനിക്കൊരു സംശയം. ആദ്യം അങ്ങോട്ട് പറയുന്ന കേക്ക്. താഴോട്ട് നോക്കി 3 സാമാനം ഇരിക്കുന്നുണ്ടോ? ഇങ്ങേയറ്റത്ത് നിന്ന് ക്ലച്ച്, നടുക്ക് ബ്രേക്ക്, അങ്ങേയറ്റം ആക്സിലേറ്റർ, ഇത് ഗിയർ. ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ അമ്പലത്തിൽ തെയ്യത്തിന് വാടകയ്ക്ക് കൊടുക്കുക. ഇന്ന് ബുക്കിംഗ് ഇല്ലേ? കൊച്ചി ഇതൊക്കെ വണ്ടി ഓടിക്കാൻ ഉപയോഗിക്കുന്നതാ. ഇത് കണ്ടോ, ഇതില് മൊത്തം 5 ഗിയർ, റിവേഴ്സ് കൂടെ കൂട്ടി 6 ഗിയർ. മാഷെ വെറുതെ കൺഫ്യൂഷൻ ആക്കല്ലേ. ആദ്യം പറഞ്ഞ 1 ഗിയറേ ഉള്ളൂ, ഇപ്പം പറയുന്ന 5 ആണെന്ന്. സത്യത്തിൽ ഇത് 1 ഉള്ളൂ. കൊച്ചെ നോക്ക്, ഇത് ന്യൂട്രല്, ഇത് ഫസ്റ്റ്, സെക്കൻഡ്, ഇത് തേർഡ്, ഫോർത്ത്, പിന്നെ ഇത് ഫിഫ്ത്ത്, ഇത് റിവേഴ്സ്. മനസ്സിലായോ? വീടെത്തിയോ മാഷെ? ഇല്ല, മോള് കിടന്നോ, എത്താറാകുമ്പോ പറയാം. മാഷെ എനിക്ക് 2 ദിവസം കൊണ്ടൊന്ന് സെറ്റാക്കി തരൂ. ഈ പോക്കാണെങ്കിൽ 2 ദിവസം ഒന്നും വേണ്ടി വരില്ല. എന്താ ഇത്ര ധൃതി? എനിക്ക് എന്റെ കാമുകന്റെ കൂടെ ഒരു സോളോ ട്രിപ്പ് പോകണം. സോളോ ട്രിപ്പ് കാമുകന്റെ കൂടെ? അല്ല, അതൊക്കെ സാധാരണ ബൈക്കിലല്ലേ പോവാറ്? വെറൈറ്റി. മാഷെ ഇങ്ങനെ ഒരു സർപ്രൈസ് പറയട്ടാ. അവൻ എന്നെ കുറച്ച് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നാണം വരുത്തുവാണോ? ചിരി വരുന്നു. അവനെന്താ പഠിപ്പിച്ചൊന്ന് കാണിച്ചേ. സത്യം പറഞ്ഞാൽ അവൻ പറഞ്ഞ ഈ ക്ലച്ച് ഒന്നും വേണ്ടെന്നാ. പിന്നെ ഈ വണ്ടിയില്ലേ, ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഈ പെടല് കണ്ട, ഇതെടുത്ത് മുന്നോട്ടാക്കണം. പിന്നെ ഈ സാധനത്തെ പിടിച്ച് ചവിട്ടാൻ കൊടുത്താൽ മതി. അത് മതിയല്ലേ? ഓ, നിന്റെ കാമുകൻ അവൻ അച്ഛന്റെ പറമ്പിലെ വാഴക്കൊലയും കൊണ്ട് ലോറിയിൽ തമിഴ്നാട്ടിൽ പോയേക്കാം. കൊലയും കൊണ്ടങ്ങ് എത്തിയാ ഭാഗ്യം. മോൾ ഇറങ്ങിക്കോ. ക്ലാസ് തീർന്നാ? 2 ദിവസം കഴിഞ്ഞ് വന്നാ മതി. വിളിക്കണേ മാഷെ. മാഷെ ടാറ്റാ. വരുന്നതെല്ലാം ഇങ്ങനായി പോയി എന്ത് ചെയ്യും? എത്തിയോ മാഷെ? അവിടെ കാര്യം കിടന്ന് ഉറങ്ങടി, എത്തുമ്പോ പറയാം. നെക്സ്റ്റ് മാഷിങ്ങനെ ചണ്ട പിടിക്കണ്ട. എനിക്ക് മാറിപ്പോണേ. എടാ 2 വർഷം കൂടെ ക്ലച്ചും ബ്രേക്കും തിരിച്ചറിയാത്ത നിന്നെ ആരെ തുണിഞ്ഞ തൊഴാടാ. ഇറങ്ങ വാതിൽ തുറന്ന്. 2 ദിവസം കഴിഞ്ഞു. മാഷേ ടാറ്റാ. മാഷെ വീടെത്തപ്പോ പറയാം കൊച്ചേ. നെക്സ്റ്റ്. ഹായ്. കേറ്. താനാരാ? മാഷെ എന്റെ BF ആ. ഇവിടെ BF മോണസ് ഒന്നുമില്ല. അതല്ല, എന്റെ ബോയ് ഫ്രണ്ട്. മോളുടെ കാമുകനിപ്പോ എവിടാ? അവൻ അച്ഛന്റെ പറമ്പിലെ വാഴക്കൊലയും കൊണ്ട് ലോറിയിൽ തമിഴ്നാട്ടിൽ പോയേക്കാം. ഓ കൊല. എന്താ പേര്? അല്ല, സർജിത്ത്. ഷർദിൽ. സർജിത്ത്. ഓ, ഒന്ന് നീങ്ങും മോളെ. വീടെത്തിയ എത്തുമ്പം പറയാമേ. ഓ, അപ്പൊ വീട് ഇവളുടെ വീടിനടുത്ത് തന്നെ അല്ലേ? അന്ന് മറ്റേ കൊലയും കൊണ്ട് പോയിട്ട് എപ്പോഴാ വന്നേ? എനിക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ പോകാൻ പറ്റില്ല. ഭാഗ്യം. എന്താ? അല്ല, ശ്രീജിത്ത്. സർജിത്ത്. ജിത്തുവിന്റെ ഡ്രൈവിംഗ് സ്കില്ലിനെ കുറിച്ചൊക്കെ കുട്ടി പറഞ്ഞായിരുന്നു, അവളെ പഠിപ്പിച്ചതും. എന്താ ചെയ്യളെ ആടി മോളെ പഴം എടുത്ത്. എന്റെ കൊലയിൽ വിരിഞ്ഞതാ. ഇത് അല്ല, അച്ഛന്റെ പറമ്പിൽ വിളഞ്ഞതാ. ബ്രെയിൻ നെയിം ഈസ് കറയണ്ണാൻ. കറയണ്ണൻ എന്ത് ചെയ്യുന്നു? സർജിത്ത്. ഞാൻ കൊലയും കൊണ്ട് തമിഴ്നാട്ടിൽ പോകും, തുണിയും കൊണ്ട് കോയമ്പത്തൂർ പോകും, ഫർണിച്ചർ കൊണ്ട് പോണ്ടിച്ചേരി പോകും, അങ്ങനെ. അപ്പം ഫുൾ ടൈം വാഹനത്തിലാണ്. നമ്മുടെ നാട്ടിലെപ്പോഴത്തേക്ക് ഞാനല്ലേ വണ്ടി എടുപ്പിക്കുന്നത്. സൂപ്പർ. മാഷിന് ഈ ഗിയറിന്റെ കാര്യത്തിലാണ് കൺഫ്യൂഷൻ നിങ്ങൾ പറഞ്ഞു. അതെന്തിനു പറച്ചില്ലടി? അല്ല, എനിക്ക് എണ്ണം പഠിക്കണം. അല്ല, അത് പറഞ്ഞു തരാല്ലോ. ഇതെന്തിനു പാടുത്? ഈ ക്ലച്ച് ഒന്നും ഇല്ലാതെ ഓടിക്കാൻ എനിക്കറിയാൻ പാടില്ല. അത് 2026 എന്റെ ഒരു പുതിയ മെത്തേഡാ. ഐ വിൽ ടീച്ച് യു. മാഷിന്റെ പിള്ളേരുടെ മുന്നിലൊക്കെ ഷൈൻ ചെയ്യാലോ. വീടെത്തിയോ മാഷെ? ഇതിനെന്തോടെ കീ കൊടുത്ത് വിട്ടേക്കുന്നത്? യെസ്, കീ. ആദ്യം കീ ഇങ്ങനെ ഓണാക്കുക, എന്നിട്ട് ഗിയർ ഇട്ട് ആക്സിലറേറ്റർ ഇങ്ങനെ ഒറ്റ പൊക്കും. ചേട്ടാ, ഈ കോമഡിയൊക്കെ ഒരാൾ ചെയ്തതാ. അല്ല മാഷി, ഈ വലതുകാല് ഇങ്ങോട്ട് കയറുപോയി. വാതിലടാ. നേരത്തെ ശാലിനി ഡ്രൈവിംഗ് സ്കൂളിലായിരുന്നല്ലേ? അതെ, ശാലിനി ഡ്രൈവിംഗ് സ്കൂൾ മുക്കോല. മാഷിന്റെ മൂക്കിന് എന്താ പറ്റിയേ? അതൊക്കെ പറയാം. അവിടെ എന്താ നിർത്തിയേ? ഓ, അവിടെ പഠിപ്പിക്കുന്നത് ശരിയല്ലേ? പഠിപ്പിക്കുന്നത് ശരിയല്ല. അവിടെ നിന്ന് എന്തൊക്കെയാ പഠിക്കേ? താക്കോൽ ഇങ്ങനെ ഇട്ടങ്ങ് തിരിക്കണം. അപ്പോഴങ്ങ് സ്റ്റാർട്ടാവും. എന്നിട്ട്
മറന്നുപോയി. ശാലിനി ഡ്രൈവിംഗ് സ്കൂളിൽ എത്ര വർഷം കൊണ്ട് പഠിക്കുന്നു? 2 വർഷം. ശിവനെ ചേട്ടാ, ഈ സൗണ്ട് തമ്മയുടെ സൗണ്ടും പറ്റി കിടന്ന് അലയ്ക്കാൻ വയ്യ. 2 ദിവസം മുമ്പ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. വായിൽ സ്റ്റിച്ച് പൊട്ടും. അതുകൊണ്ട് പറയുന്ന ശ്രദ്ധയോടെ കേൾക്കണം. ഓ ഓ ഓ ഓ ആദ്യം വണ്ടി സ്റ്റാൻഡാക്കിയിട്ട് ഗിയർ ന്യൂട്രലാണോ എന്ന് നോക്കണം. എവിടെ പോയി നോക്കണം? ദേ ചേട്ടാ, ആദ്യം പറഞ്ഞ പോലെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ദേ ഇതാ ഗിയർ, ഇങ്ങോട്ട് നോക്ക്. ഇതിന് ഇങ്ങനെ ന്യൂട്രലാണോ നോക്കേണ്ട. എന്നിട്ട് ചേട്ടൻ്റെ ഇടത് കാലിൻ്റെ ഇങ്ങേറ്റത്ത് ഇരിക്കുന്നതുണ്ടോ, അതാണ് ക്ലച്ച്. അത് ആദ്യം ചവിട്ടണം. അതവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഗിയർ ഇങ്ങനെ ആദ്യം ഫസ്റ്റ് ഇടണം. അതവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ക്ലച്ച് പതുക്കെ വിട്ട് ആക്സിലേറ്റർ കൊടുക്കണം. അതും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറിയടോ, താൻ അവിടെയല്ല 2 വർഷം കൊണ്ട് തൊലിച്ചോണ്ട ഇങ്ങോട്ട് കെട്ടിയത്. പക്ഷെ ദേഷ്യപ്പെടല്ലേ, ദേഷ്യപ്പെട്ട എനിക്ക് തല കറങ്ങും. പിന്നെ BP ഉണ്ട്, ഹാർട്ടിനും പ്രശ്നമുണ്ട്. ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. പിന്നെ ഇതൊക്കെ ഒരു ചടങ്ങിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇതിന് ചടങ്ങുണ്ടോ? ഇതൊന്നും അവിടെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഒരു മിനിറ്റ്. എടാ, നിന്നോട് ഞാൻ വല്ല പാചകവും ചെയ്തോ? ഈ പഞ്ചറായതിനൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് വിടണേ? ഇവിടെ നിർത്തി സഹിക്കാൻ പറ്റാത്തോണ്ട് കളിയാ. എനിക്കും വലിയ സഹനശക്തിയൊന്നും ഇല്ല. അതല്ല, ഇനി ഇവിടെ നിന്നാ വല്ല ഗിയർ ഊരി ഞാൻ തലക്കടിക്കും. എനിക്കും അങ്ങനെയൊക്കെ തന്നെ തോന്നണേ. പിന്നെ അത് വലിച്ചൂരാനുള്ള ആവത് എനിക്കില്ലാത്തോണ്ട് വിട്ടേക്ക. ഞാൻ വിളിക്കാമേ. എങ്ങനുണ്ട്? കുഴപ്പമില്ല മാഷെ. നീ എന്തോടെ എന്നെ കളിയാക്കുന്ന? അയ്യോ അല്ല മാഷെ, അന്ന് വണ്ടി ഇടിച്ചപ്പോ ഷർജിത്തിന്റെ ഒരു കാലിന്റെ മൂക്ക മണ്ടയ്ക്കായിരുന്നു. കേറ്. പിന്നെ ഈ വീടെത്തുമ്പോൾ ഞാൻ പറയാം. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണമെന്നില്ല. ചോദിക്കാനുള്ള അവധം ഇല്ല. നല്ല കാര്യം, കേറിക്കോ. പഠിക്കുക മാഷെ. എന്തൊരു ആത്മാർത്ഥത. മാഷെ, ഈ ഗിയർ കോണോട് കോൺ തിരിയുവോ? വലിച്ചൂരി തന്നെ അണ്ണാക്കിലോട്ട് കയറ്റി കേട് വണ്ടി. പതുക്കെ കയറി ഉറങ്ങാൻ പറ്റില്ല. തീർന്ന എന്ത് കരച്ചില്? ക്ലച്ച് എന്ന് പറഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ കരച്ചില്ല. ഒരു സ്വസ്ഥത തരൂല. എന്തോ കപ്പല് പറഞ്ഞിട്ട് ഈ കിടന്ന് കരയണേ. എനിക്കറിയോ? പറ. സർജിത്ത്. അയ്യോ, ആ പേര് പറയല്ലേ. അവന് വരൂല. ഭാഗ്യം. അല്ല, വരൂലെന്ന് പറഞ്ഞ അവൻ ചിന്നക്കടവ് ചിന്ന പങ്കാളിയുടെ കൂടെ പോയി. അവന്റെ അച്ഛന്റെ വാഴത്തോട്ടത്തില് ജോലി ചെയ്യുന്ന തമിഴെത്തി. അവൻ തമിഴ്നാട്ടില് കൊലയും കൊണ്ട് പോകുമ്പം അവളെ വീട്ടിലിറക്കാൻ കൊണ്ടുപോയി ഇപ്പം ചിന്ന പങ്കാൾ അവന്റെ ചിന്ന വീടായി. ഒരു മിനിറ്റ്. മോളെ, ഇതിപ്പോ അറിഞ്ഞത് നന്നായി. കല്യാണത്തിന് ശേഷമായിരുന്നെങ്കിലോ തെണ്ടി പോകില്ലായിരുന്നോ? ആ പട്ടി കുത്തുപാലെടുത്ത് തിരിഞ്ഞു പോവും. പാളയൊക്കെ ചിന്നമകൾ എടുപ്പിച്ചോളും. അവന്റെ അന്നത്തെ പെർഫോമൻസ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി നല്ല മൈൻഡിന് ഉടമയല്ലെന്ന്. ഇനി എന്റെ ജീവിതം മാഷിന്റെ കയ്യിലാണ്. അതല്ല, എനിക്ക് നന്നായി ഡ്രൈവിംഗ് പഠിക്കണം. എന്നിട്ട് ലോറിയും കൊണ്ട് കൊലയും കൊണ്ട് തമിഴ്നാട്ടിൽ പോയിട്ട് അവനെ കാണണം. ഓഹോ, വണ്ടി എടുക്കാം. ഇങ്ങോട്ട് എടുക്കണം. ഇങ്ങോട്ട്. വീടെത്തിയോ മാഷെ? തൽക്കാലം അവളുടെ വീട്ടിലോട്ട് എടുത്തു. മാഷെ, ഈ ചുവന്ന സ്വിച്ചാണോ ക്ലച്ച്? അല്ല, അതിനടുത്തുള്ള കറുത്ത സ്വിച്ച.